ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന പ്രതിജ്ഞയോടുകൂടി എല്ലാ മുന്നണികളിലെയും സഖ്യകക്ഷികൾ ഏകമനസ്സോടുകൂടി പ്രവർത്തിക്കേണ്ട സമയം സമാഗതമായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു സൂചന എന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചത്. എല്ലാ ഒരുക്കങ്ങളും ഐക്യജനാധിപത്യ മുന്നണി UDF പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഏത് സമയത്തും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഐക്യജനാധിപത്യ മുന്നണി സജ്ജമാണ്. ഏകോപനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് പങ്കിടൽ എല്ലാം വളരെയേറെ സുഗമമായി പൂർത്തീകരിച്ചുകൊണ്ട് കർമ്മഭൂമിയിലേക്ക് അരയും തലയും ഇറക്കി സഖ്യകക്ഷികളുടെ പ്രവർത്തകരും നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും കർമ്മഭൂമിയിൽ ഇറങ്ങാൻ സകല സജ്ജീകരണവും തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ചുവരെഴുത്തുകളുടെ കാലമാണ്, കവല യോഗങ്ങളുടെ കാലമാണ്, അതുപോലെ തന്നെ പ്രഖ്യാപനങ്ങളുടെയൊക്കെ കാലമാണ്. ഇനിയും ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടതായ വിഷയം ഈ മുന്നണികളുടെ പ്രകടന പത്രിക പുറത്തിറക്കുക എന്നതാണ്. അത് സംബന്ധിച്ചുള്ള ഗ്രഹപാഠം മിക്കവാറും എല്ലാ മുന്നണികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ഔപചാരികമായ പ്രഖ്യാപനം മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും ഉൾപ്പെട്ട് വളരെ നാളുകൾക്ക് മുൻപേ വളരെ ശാസ്ത്രീയമായി തയ്യാറാക്കിയ പ്രകടന പത്രിക വൈകാതെ പുറപ്പെടുവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരോഗ്യരംഗത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച്, തൊഴിൽ മേഖലയെക്കുറിച്ച്, തൊഴിലില്ലായ്മ എങ്ങനെ പരിഹരിക്കണം, ജനങ്ങൾ വീർപ്പുമുട്ടുന്നതായിട്ടുള്ള ഈ പറയുന്ന വിലക്കയറ്റത്തിന് എന്താണ് പരിഹാരം കാണേണ്ടത്, കാർഷിക പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ എങ്ങനെ ആശ്വസിപ്പിക്കണം, അതുപോലെ യുവാക്കളുടെ ഇടയിലെ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ നൈപുണ്യം എങ്ങനെ വർദ്ധിപ്പിക്കണം, തൊഴിലില്ലായ്മ ഇല്ലാതാക്കണം, അതുപോലെ പാവപ്പെട്ടവരായിട്ടുള്ള ആശാ പ്രവർത്തകർ, അതല്ലെന്നുണ്ടെങ്കിൽ കുടുംബശ്രീ പ്രവർത്തകർ, ഈ ആശുപത്രി മേഖലയിൽ, സ്വകാര്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന നഴ്സുമാർ, അവരുടെയൊക്കെ ആവശ്യങ്ങൾ, അവരുടെയൊക്കെ പരിദേവനങ്ങൾ വേണ്ട രീതിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിഹാരം കാണണം. അങ്ങനെ വിവിധ മേഖലകളിൽ വളരെ വിശദമായ പഠനം നടത്തി പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണവും ഐക്യജനാധിപത്യ മുന്നണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അത് പൂർത്തിയാക്കിയിട്ടുള്ള എന്നാണ് അകത്തളങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രധാനമായി ഊന്നൽ കൊടുക്കുന്നത് ഒരു മൂന്നാം ഊഴത്തിന് വേണ്ടിയാണ്. അവർ കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനത്ത് നടപ്പാക്കിയ വൻപിച്ച എന്ന് അവകാശപ്പെടുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഖജനാവിൽ നിന്ന് PR വർക്ക് നടത്തി പണം ചെലവഴിച്ച് വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അതിനിടയിൽ തീർച്ചയായും കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് അവർക്ക് നേരിടേണ്ടി വന്നതായ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെല്ലാം അതിശക്തമായി ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുകയാണ്. ശബരിമല കൊള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഉള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണ്. അതിനിതുവരെ സമാധാനം പറയാൻ ഈ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായിരിക്കുന്നു. നടു റോഡിൽ പട്ടാപ്പകൽ ആളുകളെ വെട്ടിക്കൊല്ലുന്ന രീതിയിലേക്ക് ക്രമസമാധാന നില തകർന്നു. വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയൊക്കെ തകർന്നിരിക്കുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഐക്യജനാധിപത്യ മുന്നണി ഈ പറയുന്ന കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ മുഴുവൻ തുറന്നു കാട്ടിക്കൊണ്ട് ഒരു നിമിഷം പോലും അവർക്കിനിയും അധികാരത്തിൽ തുടരാനും വരാനും സാധ്യമല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുള്ള ചില അപശബ്ദങ്ങളൊക്കെ ഏതാനും മണിക്കൂറുകൾക്കകം അവസാനിക്കുമെന്നാണ് നേതാക്കൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിന് ഉറപ്പ് തരുന്നത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അന്തിമമായി ഓരോ കോൺഗ്രസ്സുകാരനും ശിരസാ വഹിക്കുകയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നാൽ ഉടനെ കയ്യും മെയ്യും മറന്ന് അവരുടെ വിജയത്തിന് വേണ്ടി മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് രംഗത്തിറങ്ങുകയും ചെയ്യും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്നാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല ആവർത്തിച്ച് മനസ്സാന്നിധ്യത്തോടുകൂടി, ധൈര്യത്തോടുകൂടി, ചങ്കൂറ്റത്തോടുകൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പൂർണ്ണമായ പിന്തുണയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിപ്പും പ്രകടിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ
മറ്റ് നേതാക്കന്മാരായ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശനും സീനിയർ നേതാക്കന്മാരായിരിക്കുന്ന K സുധാകരൻ, K മുരളീധരൻ തുടങ്ങിയതായിട്ടുള്ള ആളുകളും എന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന കേരളത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനിയും ഒരു സർക്കാർ രൂപീകരിക്കാൻ യാതൊരു തരത്തിലും അവസരം കൊടുക്കരുത് എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി സകല അഭിപ്രായ വ്യത്യാസങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയിലെ ഏതാണ്ട് 8-9 കക്ഷികളോളം ഒരു മനസ്സോടെ പ്രവർത്തിക്കുവാൻ അവർ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഘടകകക്ഷികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം അസ്തമിച്ചു. മുസ്ലിം ലീഗുമായി, കേരള കോൺഗ്രസുമായിട്ടുള്ള ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകളൊക്കെ മാറി അവരവർക്ക് കൊടുത്തിരിക്കുന്നതായ സീറ്റുകളിൽ അവരുടെ സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിക്കുന്നു. ആ കാര്യത്തിലൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യമില്ലാതെ ഇടപെടുന്നില്ല. അത്തരം ധാരണകളിലൊക്കെ എത്തിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതുപോലെ സർവ്വസന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി രംഗത്ത് ഇറങ്ങുകയാണ്. ഈ ഭരണവിരുദ്ധ വികാരം ഭംഗിയായി മുതലെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ജനപക്ഷത്ത് നിന്നുകൊണ്ട് പുതിയ ഒരു ഗവൺമെൻറ് വരുന്ന മെയ് മാസത്തിൽ കേരളത്തിൽ ഉണ്ടാകണം എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി തന്നെയാണ് പ്രവർത്തനങ്ങളും പ്രചാരണ പരിപാടികളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസം ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല തങ്ങളുടെ വാക്കുകളിലൂടെ വെളിപ്പെടുത്തി കഴിഞ്ഞു. മറ്റ് നേതാക്കന്മാരെല്ലാവരും വൈകാതെ ഇപ്പോൾ കളത്തിലിറങ്ങി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നയം പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകും. സ്വയം സ്ഥാനാർത്ഥികളായി തന്നെ ഇതിനോടകം തന്നെ ഹൈക്കമാൻഡിൻ്റെ അംഗീകാരത്തോടുകൂടി അനൗദ്യോഗികമായി രംഗത്തിറങ്ങിയിരിക്കുന്ന ആളുകളെല്ലാം അവരുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തും. ചുവരെഴുത്തുകളുടെ കാലമാണ്, പ്രചാരണ യോഗങ്ങളുടെ കാലമാണ്. ഒരു കാര്യത്തിൽ ഇനിയും ആശ്വസിക്കാമെന്നുള്ളത്, പിണറായി സർക്കാർ ഇപ്പോൾ ഒരു കെയർടേക്കർ മന്ത്രിസഭയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏപ്രിൽ മാസം 9-ാം തീയതി വരെ കഷ്ടിച്ച് ഭരണം നിർത്താമെന്നല്ലാതെ നയപരമായ ഒരു തീരുമാനവും അവർക്കെടുക്കാൻ കഴിയില്ല. ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് പ്രചരണങ്ങൾ നടത്താൻ ഇനി സാധ്യമല്ല. ജനങ്ങൾക്ക് വാരിക്കോരി സൗജന്യങ്ങൾ കൊടുക്കാൻ പ്രഖ്യാപിക്കാൻ സാധ്യമല്ല. അതെല്ലാം അവർ പരമാവധി ചൂഷണം ചെയ്ത് 8 കാശ് പോലുമില്ലാതെ ട്രഷറി കാലിയാക്കിയിട്ടാണ് അവർ ഭരണരംഗത്ത് നിന്ന് ഇറങ്ങുന്നത്. അതെല്ലാം പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടുന്ന ഒരു പ്രചാരണ പരിപാടിയായിരിക്കും ഐക്യജനാധിപത്യ മുന്നണി UDF കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്താൻ പോകുന്നത്. അതിന് നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങാൻ പോവുകയാണ്. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഒരു മനസ്സോടെ ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങുമ്പോൾ ഒരു പൊരിഞ്ഞ പോരാട്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ കടുത്ത ആത്മവിശ്വാസത്തിലാണ്. കേരള കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അതുപോലെ കൂടെ നിൽക്കുന്ന ചെറിയ കക്ഷികൾക്കെല്ലാം അവരുടെ കാര്യങ്ങളിലൊക്കെ നല്ല ഉത്തമ ബോധ്യവും ആത്മവിശ്വാസവുമുണ്ട്. പൊതുസമൂഹത്തെ മനസാക്ഷി അനുസരിച്ച് കയ്യിലെടുത്തുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പ് ഗോദായിൽ വളരെ സജീവമായി ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഏതായാലും ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടും മുന്നണിക്കകത്തെ പ്രശ്നങ്ങൾ കൊണ്ടും വല്ലാതെ ബുദ്ധിമുട്ടുന്നതായിട്ടുള്ള CPM-ന് ഒരു പക്ഷേ ഇതൊരു ജീവൻ മരണ പോരാട്ടമായിരിക്കും. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ ദുരവസ്ഥ ഒരുപക്ഷെ കേരളത്തിലും ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അത്ര ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരവും ഈ അക്രമങ്ങളോടുള്ള മൃദു സമീപനവും ഒക്കെ കേരള മനസാക്ഷിയെ വല്ലാതെ പിടിച്ചുലച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തക്കതായിട്ടുള്ളൊരു മറുപടി ഈ CPM-ന് കൊടുക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടെ നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് കേരളത്തിലെ സമുന്നതരായിട്ടുള്ള മുന്നണി നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് ഗോദായിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് കേരളത്തിൽ വളരെ നിർണായകമായ ചരിത്ര പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്ന ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കാൻ പോകുന്നത്. പക്ഷേ ക്ഷമയോടുകൂടെ ഏകദേശം ഒരു മാസത്തോളം മെയ് മാസം 4-ാം തീയതി വരെ തെരഞ്ഞെടുപ്പ് ഫലം അറിയുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് പലരെയും വല്ലാതെ വേദനിപ്പിക്കുന്നത്. അത് ചട്ടമനുസരിച്ച് അത് ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ.
എന്തായാലും ശ്രീ രമേശ് ചെന്നിത്തല പുറപ്പെടുവിക്കുന്ന ആത്മവിശ്വാസം, മറ്റ് നേതാക്കന്മാർ വ്യക്തമാക്കുന്ന ആത്മവിശ്വാസം എല്ലാ വിധത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള പൊതുസമൂഹം നേരിടും എന്നാണ് കരുതേണ്ടത്.